അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ട് ഐശ്വര്യ വീട്ടിൽ പോകും. മുന്നിലാണെന്നാണ് എൻ്റെ വിശ്വാസം. സർപ്രൈസ് ആണെന്ന് വിചാരിക്കണം. जाने कैसी बांधी तूने अखियों के डोर, मन में रखे चा चलाया तेरी വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ 10th ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. സോ എന്താ പറയുക, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് അവർ എത്തുമെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരണം. അപ്പോൾ ഇന്ന് ഇതിൽ വ്ളോഗിൽ ഇതുവരെ കാണാത്ത, എനിക്ക് തോന്നുന്നു അമിഷനെ മാത്രമേ ഇത് കാണാത്തുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും ഏഞ്ചൽ വരുന്നില്ല കേട്ടോ, അവൾ മാത്രമില്ല. കാരണം അവൾ ഓണത്തിന് അന്നേ വരുള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവളെ കൂട്ടാത്തിന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഓണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോകും. അപ്പോൾ പിന്നെ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് മുൻപേ കൂടാന്ന് വെച്ചു. അപ്പോൾ ഷൂട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ഓണം ഞങ്ങൾ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ അറിയില്ല എന്താവുമെന്ന്. അപ്പോൾ എന്തായാലും അവരെല്ലാവരും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും എത്തും. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ റെഡിയാക്കാനുണ്ട്. നമുക്ക് ഫുഡ് ഐശ്വര്യയുടെ അവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് രാവിലെ അവർ വരുന്ന സമയത്ത് ഒരു ജ്യൂസും അമ്മ പഴംപൊരി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ പരിപാടികളുണ്ട്. ഞാൻ ഇത്രയും നേരം ഓണപ്പൂക്കളിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ ഐശ്വര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ അറിയാണ്ട് ഗിഫ്റ്റൊന്നുമില്ല, സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഐശ്വര്യക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ ഓള് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് ഇവർ വന്ന് കേക്കൊക്കെ കൂടെ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. എല്ലാ വിവരങ്ങളും നമുക്കിങ്ങനെ വഴിയേ കാണാം. അപ്പോൾ ഓക്കെ. അയ്യോ, അപ്പം ഞാൻ ദേ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവർ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വരുന്നുണ്ടാവും. അപ്പം ഇവിടെ അമ്മ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ദേ അമ്മ ഇവിടെ പഴംപൊരിക്ക് വേണ്ടിയിട്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ചുവപ്പ് കളർ, ഞങ്ങളൊക്കെ മഞ്ഞ കളറിലാണ് കലക്കാറ്. അമ്മ മഞ്ഞന്ന് വിചാരിച്ച അമ്മ ചുവപ്പ് കളർ ഇട്ടു. എന്തൊക്കെ ചെയ്യുക. അപ്പോൾ അത് ഉണ്ടാക്കുക. പിന്നെ ഒരു ബദാമിൽ കൂടി ഉണ്ടാക്കാനുണ്ട്. അവർ വരുന്ന സമയമാകുമ്പോഴേക്കും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എൻ്റെ ഐശ്വര്യൻ്റെ വീട്ടിലേക്ക് ഓരോരു കുറേ പ്രശ്നം വന്നിട്ടുണ്ട്. എന്നിട്ടും വഴി ഓർമ്മയില്ല പറഞ്ഞു. നോർമലി ഞാനും ഐശ്വര്യ അവരെ ഇവിടുന്ന് കൂട്ടാൻ പോകാറുണ്ട് കേട്ടോ, മനക്കപ്പടി എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വഴി അറിയില്ല. മനക്കപ്പടി അവർ എത്തിയിട്ടുണ്ട്. അമിതി കേട്ടോ. കൃഷ്ണേന്തി എവിടെ എത്തി എനിക്ക് അറിയില്ല, കാരണം അവൾ ലേറ്റായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ഒരു കോലത്തിൽ തന്നെ ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ഐശ്വര്യനോട് പറഞ്ഞിട്ടില്ല. ഐശ്വര്യനോട് ഒരു ബസ് കയറി നിന്നോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സംഭവം എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ കേക്ക് സെറ്റ് ചെയ്തിട്ട് അവളെ വിളിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ എത്തിയിട്ട് വിളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വന്നതേ കാണിച്ചു തരാം. ഒരിടത്ത് കൈ കാണിക്കുന്നുണ്ട്. ഇതേ 2 കുട്ടികൾ വഴിയൊക്കെ അങ്ങനെ ഞങ്ങൾ എന്താ പ്രത്യേകമായിട്ടൊരു നിങ്ങൾ ഇതുവരെ വ്ളോഗിൽ വന്നില്ല. ഇവളൊട്ടും വന്നില്ല. അവള് ഷോർട്സിലെങ്കിലും വന്നിട്ടുണ്ട്. നമ്മള് നിലത്തൊക്കെ നേരല്ല, എയർല ഫുള്ള്. അപ്പൊ ഐശ്വര്യന്റെ സമ്മതം കേക്ക് ഇത് ഇന്ത്യൻ ബാക്സ് ആണ്. ഓക്കെ, കേക്കാട്ടോ. കഴിക്കാത്ത കേക്ക് നന്നാവില്ല. സെലക്ഷൻ കണ്ടറിയോ? ഫൈനലി എൻ്റെ ഗ്യാങ് ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി 2 പേരും കൂടി ഉണ്ട്. ഒരാൾ വരുന്നില്ല, ഒരാൾ വരും ഇപ്പം. പുതിയ ഡ്രസ്സ് അടിപൊളി. ആരാ വാങ്ങിച്ചത്? ഓണം പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആരെത്തിയിരിക്കുന്നത്? കുഞ്ഞുമണി ആരെത്തിയിരിക്കുന്നത്? ചിരിക്കണൊക്കെ ഏതാ ആന്റി? അമ്മമ്മയാണ്. അമ്മൂമ്മ കുഞ്ഞുമണി ആരെടുത്തിരിക്കുന്നത്? പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ജ്യൂസ് ആവണിത്? പൈനാപ്പിളാ? നമ്മളെ ആവണിയുടെ പെണ്ണാണലാണ് ഗൈസ്. ഇതാണ് ചെക്കൻ.
ഹലോ ഗൈസ്, നമ്മൾ ജ്യൂസ് കുടിക്കുകയാണ് ഗൈസ്. എല്ലാരും വരൂ. അമിത എങ്ങനെയുണ്ട്? അമിത ഞാനാണ് ചുട്ടതാണ്, റെഡിയില്ല. വേറെ പ്രശ്നം. എടി എങ്ങനെയുണ്ട് ജ്യൂസ്? രസമുണ്ടോ? അമ്മ ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കിയല്ല. നിങ്ങളൊക്കെ എന്താ കഴിക്കണത്? എന്നോട് ഐശ്വര്യ പറയുന്നേ, എടി എന്തായാലും വ്ളോഗ് എടുക്കണം കേട്ടോ, വ്ളോഗ് മസ്റ്റ് ആണ്. എന്നിട്ട് ഓളി ഇരിക്കണോക്ക് ഇവന്നും നേരം വഴിച്ച് വരുള്ളൂ. ഞാൻ പറയില്ല, എന്നും നേരം വഴിക്ക് വരുള്ളൂ. പിന്നെ എന്താ പറയുക, ഇന്നലെ എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് നേരത്തെ എത്തത് ഇവള് കാരണം ഞങ്ങളുടെ ഓണം ഫോട്ടോഷൂട്ട് ക്യാൻസൽ ചെയ്തു. ഞാൻ ഇന്ന് യൂട്യൂബിൽ പറഞ്ഞു ഓണം ഫോട്ടോഷൂട്ട് ഉണ്ട്. ക്യാൻസൽ ഉച്ചയ്ക്ക് എടുക്കും. ഞാൻ കുത്തത്തില്ല. ഇനി ഞങ്ങൾ ഐശ്വര്യന്റെ വീട്ടിൽ പോവാണ്. അപ്പം അമിതി അവിടെ പോയി അമ്മ എന്താ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഐശ്വര്യൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകണം. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത്ര ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഐശ്വര്യ വീട്ടിലാണ് പോകണത്. ഓള് അവിടെ റെഡി ആവാൻ പോയതാണ്. അമിതിയും അമിഷിയും പോയി. ഞാനും കൃഷിന്ന് ബാക്കിൽ കേക്ക് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഓൾ അവിടെ റെഡി ആവുമായിരിക്കും. ഐശ്വര്യന്റെ കേക്ക് തന്നെ തോണ്ടി തിന്നാനാണ് അവണിയുടെ വലിയമേന്റെ. അപ്പോൾ ഈ കേക്കാണ് നമ്മളിന്ന് മുറിക്കാൻ പോകുന്നത്. ഇത് ടേസ്റ്റൊക്കെ ഉള്ള സാധനമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ട് ഐശ്വര്യ വീട്ടിൽ പോകും. മുന്നിലാണെന്നാണ് എൻ്റെ വിശ്വാസം. സർപ്രൈസ് ആണെന്ന് വിചാരിക്കണം. നല്ല ചേച്ചിയാണ്. ഇനിയൂടി കൊണ്ടുപോവോ? നമ്മൾ ഇത് കൊടുക്കാൻ പോകാം. जाने कैसी बांधी तूने अखियों के डोर, मन में रखे चलाया तेरी ओर, मेरे चेहरे की सुबह जुल्फों की शाम, मेरा सब कुछ है प्यार से तेरी नाम, नजरों ने तेरी छुआ तो है ये जादू हुआ, होने लगी हूँ मैं हंसी. ಗೊತ್ತಿല്ല ഏത് കന്നടക്കാരി. ഫോട്ടോ സെക്ഷൻ ആണ് അവിടെ ഫുൾ നടക്കുന്നത്. കേക്ക് കഴിച്ച പക്ഷേ അവിടെ റോട്ടിന് നടുവിലൊക്കെ എടി ഏതെങ്കിലും വണ്ടി വന്ന് ഇടിക്കടി. മഴയായി. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ റീൽസ് നമ്മളെന്ത് റീൽസ് അപ്പാണ്. ആമി ഹൈ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞങ്ങൾ റീൽസ് അപ്പാണ്. റീൽസ് അപ്പിട്ട് ഞങ്ങൾ ഒരു റീൽസ് എടുക്കാൻ. എന്നിട്ട് അവസാനം ഞങ്ങൾ ഇറങ്ങുമ്പോൾ വീണ്ടും മഴ പെയ്യും. അതാണ് ഉണ്ടാവുക. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ നമുക്ക് മന്തിയാണ് കേട്ടോ അത്ലീസ് ഉണ്ടാക്കി തന്ന. നിങ്ങളൊക്കെ അഭിപ്രായം കിട്ടിയിട്ടാണ് കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട് അംശം ഇവിടെ അമിത ഐശ്വര്യ കൃഷ്ണന്തു ഐശ്വര്യ ഓൾ പിന്നെ എന്നും കഴിക്കണന്ന്. ആമി എന്താ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. നിന്റെ ഉമ്മയൊക്കെ വന്നു കാമുകനാന്ന് വിചാരിക്കും. അമ്മീ പേടിച്ചു ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളിലൊരു പട്ടിക്കുട്ടി ഉണ്ട്. എന്നെ കാണുമ്പോൾ കുറയ്ക്കും. അപ്പം ഇനി നമ്മൾ കുറച്ചേരം കിടക്കാം. ഞങ്ങൾ ഇവിടെ അല്ല ഞാൻ എവിടെ നിന്ന് കുഴപ്പമില്ല. ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാണ്ട് ഇവിടുന്ന് ഇറങ്ങാണ്.
ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയാലും ഇല്ലെങ്കിൽ ഒരേ പോലെ ഇവിടേക്ക് എപ്പോഴും വരും. എന്താ ഇവരെ ഇനി എന്താ പറയുക, ഇവര് ഇവിടുന്ന് യാത്ര പോകുകയാണ് സോറി ഇവര് പോവാണ്. പോവാനൊരുങ്ങുന്ന കൃഷ്ണേന്ദു, അമിത, ഐശ്വര്യ. പോവാണ്. അപ്പൊ നമ്മൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് മനക്കപ്പാടി പോവാൻ കേട്ടോ. ഇതാണോ ഞാൻ പഠിച്ച സ്കൂൾ. ഞാൻ ഐശ്വരി. ഞങ്ങള് അമ്മ ഇപ്പൊ അവിടെ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഫൈനലി നമ്മൾ മയക്കപ്പടി ഇവരെ കൊണ്ടാക്കാൻ വേണ്ടി എത്തിക്കേട്ടോ. ബൈ. ആദ്യം പോകണ്ടോ? ടാറ്റാ. ഓക്കെ, അങ്ങനെ അവരും പോയി. നമുക്ക് വിട്ടു പോയാലോ? അങ്ങനെ ഗായ്സ് അവർ പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഇവിടുന്ന് എന്നെ കാണില്ല തോന്നുന്നു. ഭയങ്കര ആഗ്രഹിച്ച് നിന്നായിരുന്നു ഓണം വെക്കേഷൻ എല്ലാവരും കാണുന്നത്. പക്ഷേ ഇത് കാണില്ല. ഏഞ്ചലിനെ മാത്രമേ കാണാൻ പറ്റില്ല. അതിനൊരു സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ കുറേ പ്ലാൻ ചെയ്ത് നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തിട്ടത് നടന്നല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷം. പിന്നെ അവർ ഇങ്ങോട്ട് വന്നു, ഫുഡ് കൊടുത്തു. അങ്ങനെ ഭയങ്കര എന്താ പറയുക സന്തോഷമാണ് എല്ലാം കൊണ്ടും. അപ്പോൾ ഇനി എന്നാ കാണാമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം എല്ലാവരും ഇപ്പം അവർ കോളേജിലേക്ക് പോവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗത്തില്ല. അപ്പോൾ ഐശ്വര്യം ഇന്നത്തെ ഡേയെ കുറിച്ച് എന്തെങ്കിലും ഇതുണ്ടോ? വേറെ നീ ഞങ്ങൾ പുതിയ ഗ്രൂപ്പൊക്കെ തുടങ്ങി. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് പറഞ്ഞിരുന്നു? ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങൾ ഓണം ഷൂട്ട് എടുക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഇത് വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത് ഒരു ഓണം ഷൂട്ട് എടുക്കണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എന്ത്. ഓക്കെ, ഇടയിലൊന്ന് സ്റ്റെക്കായി. പറഞ്ഞു. അപ്പോൾ ബാക്കി പറഞ്ഞോ. നമ്മളിന്ന് മീറ്റ് ചെയ്തത് എന്ത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു? ഓണം ഷൂട്ട് നടത്താന്ന് വെച്ചിട്ടായിരുന്നു. ബട്ട് നമുക്ക് മഴ പെയ്ത് പിന്നെ എല്ലാവരും പറഞ്ഞ് ഒരു ടൈം നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടില്ലല്ലോ. സോ നമ്മളത് അങ്ങനെയാണ് നമ്മൾ വേണ്ടാന്ന് വെച്ച് സംഭവം. ഇത് റെഡിയൊക്കെ ആയി സാരി കൊടുത്ത് വരുമ്പോഴേക്കും കുറേ ടൈം പോകും. പിന്നെ കൃഷ്ണേന്ദു ഒരു 11 മണി കഴിഞ്ഞിട്ടൊക്കെ വന്നത്. അപ്പോൾ കുറേ ലേറ്റായി. പിന്നെ ഫുഡ് കഴിക്കുന്ന ലേറ്റ് ആവും. അങ്ങനെ ഫുൾ ലേറ്റ് ആവും. അവർക്ക് ഇപ്പോൾ വൈകുന്നേരം പോവും വേണം. അപ്പോൾ അങ്ങനെ എന്താ ലേറ്റ് ആവേണ്ട ആ ഒരു ടൈം ഒരുങ്ങാനുള്ള അങ്ങനെ പോകേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ പക്ഷേ കുഴപ്പമില്ല. ഞങ്ങൾ ആ ഉള്ള സമയം ഞങ്ങൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ എന്നാ അടുത്ത് കാണാനൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിനിപ്പോൾ അടുത്തൊന്നും നമ്മളിങ്ങനെ മീറ്റ് ചെയ്യൂല. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഏഞ്ചൽ ഉണ്ടായിരുന്നില്ല അതിൽ. ബട്ട് ഇനിയിപ്പോൾ കൂടുന്നത് എന്നാന്ന് പോലും അറിയില്ല. സോ ഇന്നത്തെ ദിവസം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ബാക്കിയപ്പോൾ അത്ര വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണിച്ച വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവരൊക്കെ ഹാപ്പി ആയിട്ട് പോയി. ഇനി വേറെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കൂടെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. ആമിയുടെ അടുത്ത് ഓക്കെ. ഒഴുകും തിരുനാൾ